എന്റെ ഉള്ളം ദിനമായി എന്റെ ദൈവമെല്ലാം നാളുമായി എന്റെ ദൈവമെല്ലാം നാളും ആനന്ദം തന്നെ അണച്ചിടുമാനുദിനം ചിറകടിയിൽ. നിൻമഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻമഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ നാളുകൾക്ക് ശേഷം അടിയൻക്ക് ഇന്ന് ഈ കൂട്ടായ്മയിൽ വീണ്ടും കടന്നു വരുവാൻ തക്കണം സർവസ്വത്തിനായി ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ആദ്യമേ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 2025 കഴിഞ്ഞ വർഷം, ഈ വർഷം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ. 2025 ഇതുപോലെ ഞങ്ങളൊന്ന് ഞാനും എൻ്റെ സഹോദരനും കുടുംബമൊക്കെ ആയിട്ട് ഞങ്ങളെ പ്രാവശ്യം ഇവിടെ വന്നു. മോനിച്ചാനത് പറയുണ്ടായല്ലോ. അപ്പോൾ അന്ന് വചനം എൻ്റെ ബ്രദറാണ് ഇവിടെ പറയാനിടയായത്. ഇന്ന് ഇപ്പം നമ്മൾ ശരീരത്തിന് സുഖമില്ല, പനികളുടേതായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് എന്നെ പരിമേൽപ്പിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനും പറ്റും. നമ്മളാരും നിശ്ചയിക്കുന്നതുകൊണ്ട് എല്ലാം ദൈവം മുന്നമേ നിശ്ചയിച്ചനുസരിച്ച് ദൈവവചനത്തിന് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ 2026 പുതുവർഷം, ഈ 2ാമത്തെ മാസം 22-ാം തീയതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സംഭവബഹുലമായ 2025 വർഷം പിന്നിട്ട് ഈ പുതുവർഷത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഭാഗ്യം തന്നു. എത്രയോ ആളുകളെ കഴിഞ്ഞ വർഷക്കാലം ഈ ലോകത്തു നിന്ന് മരണവഴി കടന്നു പോയപ്പോഴും അനേകം മക്കളെ അപകടങ്ങളെ അനർത്ഥങ്ങളിൽ പെട്ട് രോഗാവസ്ഥയിലുമൊക്കെ ആശുപത്രി കഴിയുന്നവരും ഭവനങ്ങളിൽ കഴിയുമ്പോഴൊക്കെ ഭാരത്തിലും പ്രയാസനം കഴിയുമ്പോഴും നമ്മളെയൊക്കെ ഇത്രമാത്രം ദൈവം ആരോഗ്യത്തോടെ ബലത്തോടെ നിലനിർത്തി ഇന്ന് നമുക്ക് ഈ കൂട്ടായ്മ, ഈ വചന കൂടാരത്തിൽ കടന്നു വരുവാനും ദൈവസന്നിധിയിൽ ഇരുന്ന് ഒന്നിച്ച് ഒരേ ആത്മാവിൽ ഒരേ മനസ്സോടെ ദൈവത്തെ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കാനും ഒക്കെ ദൈവം തന്ന എത്ര വലിയ ഭാഗ്യം. നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും നമ്മുടെ അധരങ്ങളും നാവുകളും മതിയാകില്ല. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങൾക്കാൾ ഉത്തമമെന്ന വചനം നമ്മൾ ഓർപ്പിക്കുമ്പോൾ ഈ 2026 വലിയ നോമ്പ് ദിവസങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മുതൽ വലിയ നോമ്പ് ആരംഭിച്ചു. കർത്താവിൻ്റെ രക്ഷാകരമായ ആ വലിയ പ്രവൃത്തിയുടെ പൂർത്തീകരണം, ആ ഓർമ്മയൊക്കെ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിലൂടെ, പുണ്യപ്പെട്ട ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ വർഷത്തെ വലിയ നോമ്പ് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവ വേദ്യമായിട്ട് മാറണം. പലപ്പോഴും നമ്മളൊക്കെ എല്ലാ വർഷങ്ങളും നോമ്പ് നോക്കുന്നവരാണ്. ഉപവസിക്കുകയും പ്രാർത്ഥനയും ഉപവാസം വ്രതം ഒക്കെ നോക്കി നോമ്പ് നോക്കിയാലും പലപ്പോഴും നമ്മളെ ആ ദിവസങ്ങളല്ല വലിയ നോമ്പ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ പഴയ ജീവിതത്തിലേക്ക് നമ്മളെ മടങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം പറഞ്ഞേ. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ 2026 വലിയ നോയമ്പിലൂടെ കർത്താവേ ഒരു പുതിയ അനുഭവത്തിലൂടെ ഒരു പുതിയ മനുഷ്യനായിട്ട്, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ പൂർണ്ണമായിട്ട് നമ്മൾ ഉരിഞ്ഞു കളഞ്ഞിട്ട് വിശുദ്ധിയുള്ള ഒരു മനുഷ്യനെ ധരിച്ചുകൊണ്ട് നാൾക്ക് നാൾ ദിനം പ്രതി പുതുക്കം പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ആയിത്തീരുവാൻ ഈ 2026 വലിയ നോയമ്പ് നമുക്ക് മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് അല്പസമയം ഞാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, അത് അപ്പോസ്തലനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അതിൻ്റെ 4-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ, ആ വചനങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കർത്താവിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ അറിഞ്ഞ
അറിയുന്ന ഏറ്റവും പ്രായം കൂടിയ ശിഷ്യനായ അപ്പോസ്തലനായ യോഹന്നാൻ ശ്ലീഹ, അദ്ദേഹം 4 ലേഖനങ്ങളും ഒരു സുവിശേഷം എഴുതിയിട്ടുണ്ട്. ലേഖനങ്ങൾ 1, 2, 3. പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ലഭിച്ച വെളിപ്പാട് എഴുതി യോഹന്നാന്റെ സുവിശേഷം എഴുതിയ ആ യോഹന്നാൻ ശ്ലീഹ 4-ാം അധ്യായത്തെ കുറിച്ച് പറയുമ്പോൾ ഈ 4-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ച്, ദൈവ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ്. യോഹന്നാൻ ശ്ലീഹയുടെ എല്ലാ ലേഖനങ്ങളിലും അല്ലെങ്കിൽ സുവിശേഷം എല്ലാം സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് നമ്മളെ യോഹന്നാൻ ശ്ലീഹയെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ നമുക്ക് 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാം. 4:8. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. മതി, ഒരു നിമിഷം കണ്ണുകളിക്കാം. ഞങ്ങളുടെ നല്ലവരും വിശ്വസ്തനുമായ ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃ ദിവസത്തിന്റെ നല്ല സന്ധ്യായാമത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു ഞായറാഴ്ച കൂടി കർത്താവെ ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നെ നിന്റെ സന്നിധിയിൽ ഈ വചന കൂടാരത്തിലേക്ക് കടന്നു വന്ന് അല്പസമയം അവിടുത്തെ മാറ്റമില്ലാത്ത ജീവനുള്ള വചനം ധ്യാനിക്കാൻ തക്കണം കർത്താവ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതെ, ദൈവം സ്നേഹം തന്നെ. ആ ദൈവ സ്നേഹത്തെക്കുറിച്ച് കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ആ ദൈവത്തിന്റെ ജീവനെ ജീവിപ്പിക്കുന്നതും മാറ്റമില്ലാത്തതുമായ വചനം എല്ലാ ആത്മാക്കളുടെ ഉള്ളത്തിലും അത് ആഴത്തിൽ ക്രിയേറ്റ് ചെയ്ത് ഹൃദയത്തിന്റെ മാംസപ്പലയിൽ അത് ആലേഖനം ചെയ്യത്തക്ക വിധത്തിൽ കർത്താവെ അതിനിടയായി തീരുന്നേ. നല്ല നിലത്തെ വീണ വിത്ത് പോലെ 30, 60, 100 മേനി ഫലം കായ്ക്കാൻ തക്കണം എല്ലാവരും ഇടയാക്കണമേ. കർത്താവെ വചനം കേട്ട് തങ്ങളെ തന്നെ ചലിക്കുന്നവരായിട്ട് നിങ്ങൾ ഒരിക്കലും തീരുവാൻ ഇടയാക്കരുത്. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നോയമ്പ് കാലത്ത് അത് ഞങ്ങൾക്കൊരു രൂപാന്തരം പ്രാപിക്കാൻ തക്കവണ്ണം, ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ തക്കവണ്ണം കർത്താവെ നിങ്ങൾ എല്ലാവരും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വചന കൂടാരത്തെയും പരിസരത്തെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് തരുന്ന കർത്താവെ തിരു രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ചുകൊള്ളണമേ. പ്രത്യേകിച്ച് മോനിച്ചാനും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ മക്കൾ ഒരുക്കിയിരിക്കുന്ന ഈ വചന ശുശ്രൂഷ, ഈ കൂടാരമൊക്കെ ഈ ദേശത്തൊരു അനുഗ്രഹമായി തീരണമേ. ഇന്നിവിടെ കൂട്ടായ്മയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും നിങ്ങളുടെ പാദാന്തികം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു. ഈ ദേശം ഉണരണമേ. അടിയങ്ങളെല്ലാം താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബലഹീന അടിയനെയും നിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിർത്തണേ. പ്രാർത്ഥന യാതൊരു കേട്ടനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി കാൽവരി ക്രൂശിൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. ഇപ്പോൾ നമ്മളിവിടെ വായിച്ച ഭാഗം 4:8 നമ്മൾ വായിച്ചു. എന്താണ് വായിച്ചത്? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. അപ്പോൾ ദൈവം സ്നേഹമാണ്. നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യം, ഗോഡ് ഈസ് ലവ്, അല്ലെ? ദൈവം സ്നേഹം തന്നെ. എന്നാൽ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. വേർ there is love, there is God. എവിടെ സ്നേഹമുണ്ടോ അവിടെ ദൈവമുണ്ട്. അപ്പോൾ സ്നേഹം ആണ് നമ്മളെ ഏറ്റവും അടിസ്ഥാനമായ ഒരു കാര്യം. കർത്താവ് പഠിപ്പിച്ചത് തന്നെ അതാണ്, അല്ലേ? കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ വലിയൊരു കൽപ്പന എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മളെ നോയമ്പ് കാലത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ആദ്യം നമുക്കറിയാം, നോയമ്പ് ആരംഭിച്ച് ആദ്യ ദിവസത്തെ ശുശ്രൂഷ ഏതാ? നിരപ്പിന്റെ ശുശ്രൂഷ, അല്ലെ? എല്ലാവരും നിരപ്പാകുന്ന ഒരു ശുശ്രൂഷ. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും വിദ്വേഷമോ പകയോ ഈർഷ്യോ മറ്റുള്ളവരോടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ നമ്മളെല്ലാവരും നിരപ്പായിത്തീരുക, ഒന്നായിത്തീരുക, കർത്താവിൽ ഒന്നായിത്തീരുക. ആ കർത്താവ് കാണിച്ച ആ സ്നേഹം, ആ മാതൃക പിൻപറ്റുന്നവരായി തീർന്നു വേണം നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ആ സ്നേഹത്തെക്കുറിച്ച് ദൈവം സ്നേഹം തന്നെ. അപ്പോൾ ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കാത്തവൻ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ആരോടെങ്കിലും എന്തെങ്കിലും വിദ്വേഷ പകയോ അനേക വർഷങ്ങളായിട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകരുത്. അവരോട് പറഞ്ഞ് നമ്മൾ നിരപ്പാകും. അപ്പൊ പലപ്പോഴും നമ്മൾ ഓർക്കും, അവൻ എന്നോട് ആദ്യം മിണ്ടല്ല, ഞാൻ എത്ര തെറ്റുകാരൻ അവനല്ലേ, അതുകൊണ്ട് അവൻ മിണ്ടിക്കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ആരോടെ പണക്കമുണ്ടെങ്കിലും നമ്മൾ ആദ്യം മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളോട് പണ്ടത്തേലും ഇരട്ടി സ്നേഹം. അമേരിക്ക
അനേകം നാൾ ഭരിച്ച അമേരിക്കൻ പ്രസിഡന്റായ ഇബ്രാഹിം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മറ്റുള്ള ശത്രു രാജ്യങ്ങളോട് നേരിടാൻ പീരങ്കിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മറ്റുള്ള യന്ത്രസാമഗ്രികളോ യുദ്ധങ്ങളൊന്നും വേണ്ട, അവരെ സ്നേഹിച്ചാൽ മതി. അവർ നമ്മുടെ മിത്രങ്ങളായിട്ട് മാറും. അപ്പോൾ ശത്രുക്കളെ പോലും സ്നേഹിച്ചാൽ അവർ നമ്മുടെ മിത്രൻ. അതാണല്ലോ കർത്താവിന്റെ ആ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4-ാം അധ്യായത്തിലെ 26 പ്രാവശ്യം പറയുന്നുണ്ട് സ്നേഹത്തെ കുറിച്ച് തന്നെ. നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്നേഹത്തെ അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ അഗാപ്പെ എന്ന ഗ്രീക്ക് പദം കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഗാപ്പെ എന്ന ഗ്രീക്ക് പദം. ആ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരിധിയില്ലാത്ത, പരിമിതികളില്ലാത്ത സ്നേഹം. ആ സ്നേഹത്തിന് അന്ത്യമില്ല, അനന്തമായ ആ സ്നേഹം, പരിധിയില്ലാത്ത സ്നേഹം എന്നാണ് ഈ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം തന്നെ. അപ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതെ, അതിരുകളില്ലാത്ത, പരിധിയില്ലാത്തതും നിരുപാധികമായിട്ടുള്ള സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നവനായ ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകുന്നത്. അപ്പോൾ ആ ദൈവ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് അല്പ കാര്യങ്ങൾ ചിന്തിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ വചന ശുശ്രൂഷ നിർത്തിക്കൊള്ളാമെന്നുള്ള ശരണത്തിന്മേൽ ഞാൻ മുൻപോട്ട് പോകുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സ്നേഹമാണ്. അതാണ് ഒരു പ്രത്യേകത. ദൈവസ്നേഹം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ മനുഷ്യന്റെ സ്നേഹവും ദൈവത്തിന്റെ സ്നേഹം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യൻ സ്നേഹം പുറമെ നമ്മളെ കാണിക്കുന്നത് ദുഷ്ടത ഉള്ളിൽ വെച്ചുകൊണ്ട്, ചതിവ്, വഞ്ചന, ഇതൊക്കെ ഉള്ളിൽ കാപട്യം വെച്ചുകൊണ്ട് പുറമെ നമ്മളെ സ്നേഹിച്ച് കാണിക്കുന്നു. ഇന്നത്തെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അറിയാം, മനുഷ്യൻ കാണിക്കുന്ന ചതിവിൽ കൂടി വഞ്ചനയിൽ കൂടി മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ പുറമെ ബാഹ്യമായിട്ട് നമ്മളെ സ്നേഹിച്ച്, നമ്മളെ വലിയ രീതിയിലൊക്കെ സുഖിപ്പിച്ച് സ്നേഹിച്ച് നമ്മളിൽ നിന്ന് പണം ഈടാക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യ സാധ്യതകൾക്ക് വേണ്ടി ഉള്ള സ്നേഹമാണ് മനുഷ്യന്റെ സ്നേഹം. മനുഷ്യന്റെ സ്നേഹത്തിൽ നിന്ന് ആത്മാർത്ഥതയോ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ഒന്നുമല്ല. ഇതിന്റെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ പറഞ്ഞു. നമ്മൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിൽ കൂടി, മീഡിയാസിൽ കൂടി ഒക്കെ മനുഷ്യൻ വഞ്ചിക്കപ്പെടുന്നു, മനുഷ്യൻ കബളിക്കപ്പെടുന്നു. അത്രമാത്രം മനുഷ്യന്റെ ഹൃദയത്തിൽ ദുഷ്ടതയും ചതിയും വഞ്ചനയും കാപട്യം നിറഞ്ഞ ലോകത്ത് നമുക്കറിയാം എന്തുമാത്രം കൊലപാതകങ്ങള്, എന്തുമാത്രം പിടിച്ചുപറികള്, ഇതൊക്കെ ഇങ്ങനെ മനുഷ്യൻ പുറമെ സ്നേഹം നടിച്ച് കാപട്യത്തിലൂടെ മനുഷ്യനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള സ്നേഹത്തിൽപ്പെട്ട ചതിവ് പറ്റിയവരായിരിക്കും ഇരിക്കുന്നവരൊക്കെ കാണും. അപ്പോൾ എന്നാൽ ഇതിൽ നിന്നും ദൈവത്തിന്റെ സ്നേഹം വളരെ വ്യത്യസ്തമാണ്. കാരണം ദൈവസ്നേഹം എന്ന് പറയുന്നത് ഇതുപോലെ മനുഷ്യർ കാണിക്കുന്ന പോലെ പ്രകടനമല്ല, ദൈവത്തിന്റെ സ്നേഹം പ്രകടനമല്ല. അത് യഥാർത്ഥമായിട്ടുള്ള യാഥാർത്ഥ്യവും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. നമ്മുടെ ഈ പ്രായം വരെ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ എത്രയോ സാഹചര്യങ്ങൾ ദൈവസ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞവരാണ്. ഇരിക്കുന്ന ഓരോരുത്തരെയും നോക്കിയാൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഒന്ന് ശോധന ചെയ്യുമ്പോൾ ഈ ദൈവസ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ മനുഷ്യന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി അവരെ സ്നേഹത്തിലൂടെ നമ്മളെ ചതിക്കുന്നു, കബളിപ്പിക്കപ്പെടുന്നു. എന്നാൽ ദൈവസ്നേഹം യഥാർത്ഥമാണ്. അത് സത്യസന്ധമായ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സ്നേഹമാണ്. ഈ സ്നേഹത്തിന്റെ നിർവചനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം എന്ന് പറയുന്നത് മുന്നോട്ട് വാങ്ങുവാനുള്ളതല്ല, പിടിച്ച് പറിച്ച് സ്നേഹം വാങ്ങാനുള്ളതല്ല. സ്നേഹം നമ്മളെ കൊടുക്കുവാനുള്ളതാണ്. നമ്മൾ പണ്ട് പാട്ട് കൊടുക്കുന്ന കൊടുക്കുന്തോറും ഏറിടും സ്നേഹം എന്നുള്ളൊരു പഴയൊരു പാട്ടുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് വാങ്ങാനുള്ള സ്നേഹം നമ്മൾ കൊടുക്കണം. മറ്റുള്ളവർക്ക് നിഷ്കളങ്കമായിട്ട് നമ്മളെ ആത്മാർത്ഥമായിട്ട് വിശ്വസ്തയോടുകൂടി നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നമ്മളെ കൊടുക്കാനുള്ള സ്നേഹമാണ്. കർത്താവ് നമുക്ക് കാണിച്ച മാതൃക അതാണ്. മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുക, ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന സ്നേഹം കർത്താവ് കാണിച്ചിരുന്നു. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുക എന്നുള്ളതല്ല, നമ്മൾ സ്നേഹം കൊടുക്കാനുള്ള ഒരു സ്നേഹമാണ്. ഞാനൊരു ചെറിയൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ തന്നെ അതിനകത്തൊരു സംഭവമാണ് പറയുന്നത്. ഒരു പച്ച പരിഷ്കാരിയായിട്ടുള്ള ഒരു യുവനക്കാരത്തെ സ്ത്രീ, ആ സ്ത്രീ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ സഞ്ചിയിൽ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. യൗവനക്കാരത്തി, പച്ച പരിഷ്കാരിയായ ഒരു സ്ത്രീ. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു കൈ
വലിയ ഭാരമുള്ള ഒരു സഞ്ചി തൂക്കി പിടിച്ചിരിക്കുക. അതിനകത്ത് പല വ്യഞ്ജന സാധനങ്ങളെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചോണം. ഒരു കയ്യിൽ എന്തുണ്ട്? സ്ത്രീയുടെ കയ്യിൽ എന്താ കടന്ന് ഒരു ബാഗാണ് അല്ലേ നമ്മൾ പറയുന്ന ഒരു വാനിറ്റി ബാഗ്. അപ്പോൾ അവരുടെ മക്കളെ 4 കുട്ടികൾ അവർ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളാണ്. നടക്കുന്ന കുട്ടികളെ, വലിയ പ്രായ വ്യത്യാസമില്ലാത്ത 4 കുട്ടികളെ ഇവർ ഈ സാധനം കൈ തൂക്കി ഈ കൊച്ചു കുട്ടികളെ ഇവരുടെ കൂട്ടത്തിൽ നടന്നു വരുന്നൊരു കാഴ്ച കണ്ടുകൊണ്ട് എതിരെ വന്ന ഒരു മനുഷ്യൻ ആ സ്ത്രീയോട് ചോദിച്ചു, ഈ 4 കുഞ്ഞുങ്ങളെയും ഈ സാധനങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾ എങ്ങനെ ഇവരെ സ്നേഹിച്ച് മുൻപോട്ട് ഈ വഴി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നു എന്ന് ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് സ്നേഹത്തെ പകർത്തു കൊടുക്കുകയാണ്, സ്നേഹം കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുമ്പോൾ, അളവില്ലാതെ അവരെ സ്നേഹം കൊടുക്കുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ഇരട്ടി 4 ഇരട്ടായിട്ട് എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അമ്മയുടെ സ്നേഹമാണ് കുട്ടികളെ അമ്മമാരെ സ്നേഹിക്കണം നമുക്കറിയാം. എങ്കിലും ആ സ്ത്രീയുടെ വായിൽ നിന്ന് പറഞ്ഞ ആ മറുപടി എത്രമാത്രം നമ്മൾ അർത്ഥവത്താണ് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെയൊക്കെ നമ്മളൊക്കെ സ്നേഹിക്കുന്നവരാണ്, ആരും സ്നേഹിക്കുന്നില്ലെന്ന അർത്ഥത്തിലല്ല. നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കുക എന്നുള്ളതാണ്. കൊടുക്കുമ്പോൾ അതിൻ്റെ 4 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണെങ്കിൽ പോലും നമ്മൾ സ്നേഹിക്കുമ്പോൾ, ആ സ്നേഹം കൊടുക്കുമ്പോൾ അവർക്ക് പഴയതിനേക്കാൾ എത്ര ഇരട്ടി സ്നേഹം നമ്മൾക്ക് തീരും. അതുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സ്നേഹം എന്ന് പറയുന്നത് ഭാരം വഹിക്കുന്നു, അതൊരിക്കലും ഭാരമായിട്ട് തോന്നത്തില്ല. സ്നേഹം ഭാരം വഹിക്കുന്നു. ഈ സ്ത്രീയുടെ അനുഭവം തന്നെ, ഇത്ര കയ്യിലുള്ള ഭാരം ഉണ്ടായിട്ട് പോലും അത് അവർക്ക് ഭാരമായിട്ട് തോന്നിയില്ല. സ്നേഹം എന്ന് പറയുന്നത് ഭാരം വഹിക്കുന്നു, അത് ഭാരമായിട്ട് തോന്നിയില്ല. അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമ്മുടെ കർത്താവ്. എത്രയോ ഭാരമുള്ള ആ മരക്കുരിശിൽ തൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് പോയപ്പോൾ കർത്താവിൻ്റെ ഭാരമായിട്ട് തോന്നിയില്ല. തൻ്റെ മക്കളോടുള്ള സ്നേഹം കർത്താവിനോട് ഭാരമായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സ്നേഹപ്രവൃത്തികൾ ചെയ്യാൻ ഇന്ന് പലർക്കും കഴിയും. ഈ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സ്നേഹപ്രവൃത്തികളെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്നേഹപ്രവൃത്തികൾ ചെയ്യുവാൻ പലർക്കും കഴിയും. പക്ഷെങ്കിൽ സ്നേഹമൂർന്ന ചിന്തകൾ ചിന്തിക്കാൻ കഴിയുന്നവർ വളരെ വിരളമാണ്. സ്നേഹമൂർന്ന ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നുള്ള കളങ്കമറ്റ സ്നേഹം ഉള്ളവർക്ക് വളരെ ചുരുക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം വേറൊരു ഇതിനകത്ത് ഞാൻ വായിച്ചാണ്, നമ്മളെ സന്തോഷം വരുമ്പോൾ, ആഹ്ലാദിക്കുമ്പോൾ ആളുകൾ നല്ലവരല്ലേ, സന്തോഷം വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ അവരുമായിട്ട് ഇടുമ്പോൾ അവരെങ്ങനെയുള്ളവരായിരിക്കും? നല്ലവരാണ്. പക്ഷെങ്കിൽ നല്ലവരായിരിക്കുമ്പോൾ അവർ വിരളമായിട്ട് ആഹ്ലാദിക്കാറുള്ളൂ. അതൊരു ഇതായിട്ട് വായിച്ചപ്പോൾ എന്തുമായിട്ട്. അപ്പോൾ നമ്മളെ ഇന്ന് ചിന്തിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം നമ്മളെ കരുതുന്ന സ്നേഹം, അത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന സ്നേഹമാണ്. എന്നാൽ മനുഷ്യന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. കാപട്യവും വഞ്ചനയും ഒക്കെയുള്ള സ്നേഹത്തിലൂടെയാണ് മനുഷ്യൻ നമ്മളെ സ്നേഹിക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് നമ്മളെ കാണിച്ചു തന്ന ആ സ്നേഹം എത്രയോ വലിയ സ്നേഹം അല്ലേ. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ആ യോഹന്നാന്റെ സുവിശേഷം 4 അതിൻ്റെ അടുത്ത വാക്യം വായിച്ചു 9. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ദൈവം തന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്, നമ്മൾ ജീവിക്കേണ്ട ആർക്കൂടിയാണ്? പുത്രനായ യേശു ക്രിസ്തു കൂടി ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു തന്നു, ഈ ഭൂമിയിലേക്ക്. അതിൻ്റെ പുണ്യപ്പെട്ട ദിവസങ്ങളിലൂടെയാണല്ലോ, നമ്മളെ രക്ഷാകരമായ അവൻ്റെ പ്രവൃത്തി ദിവസങ്ങളിലാണല്ലോ ഈ വലിയ നോമ്പിലൂടെ നടക്കുന്ന എല്ലാ ദേവാലയം നടക്കുന്ന ശുശ്രൂഷകൾ. അപ്പോൾ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമുണ്ട്. കേട്ടോ, ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയ സ്നേഹമാണെന്ന് നമുക്ക് സ്വന്തം പുത്രനെ നമുക്ക് ഭൂമിയിലേക്ക് അയച്ച് തന്ന ആ സ്നേഹത്തിൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുന്ന സ്നേഹമാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. അതിൻ്റെ ഒരു ഇണവാക്യം എന്ന് പറയാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഈ വാക്യം അറിയാലോ, യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും, എല്ലാവർക്കും അറിയാലോ, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം എന്നെ നമ്മളെ ഓരോരുത്തരും സ്നേഹിച്ചു.
ആ ദൈവത്തിന്റെ പിതാവിന്റെ സ്നേഹം, പുത്രനെ നമുക്ക് തന്ന ആ വലിയ സ്നേഹം. അപ്പോൾ ഇതിൽ നിന്ന് ആ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് ഭൂമിയിലേക്ക് അയച്ചു തന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി മാനവരാശിയെ, മനുഷ്യവർഗത്തെ വിടുവിക്കുന്ന നമ്മളെ എല്ലാവരെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചെന്ന ആ വലിയ സ്നേഹം, അത് എത്ര വലിയ സ്നേഹം അല്ലേ! അത് ദൈവസ്നേഹത്തിന്റെ ഒരു പ്രദർശനമാണ്. ദൈവസ്നേഹത്തിന്റെ ഒരു പ്രദർശനമാണ്. ഇത് പ്രകടനമല്ല, മനുഷ്യനെ കൂടെ പ്രകടമായ സ്നേഹമാണ്. ഇത് പ്രകടനമല്ല, ഇത് യാഥാർത്ഥ്യവും പരമസത്യവുമായിട്ടുള്ള ഒരു സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. അപ്പോൾ നമ്മെ സ്നേഹിക്കുവാൻ നമ്മിൽ ദൈവം യാതൊരു പ്രത്യേകതയും നമ്മളിലില്ല. നമുക്കൊരു യോഗ്യത ഉണ്ട് പറയാൻ ഇല്ല. നമ്മളെല്ലാം പാപികളും ദോഷികളും കുറവുള്ളവരാണ് അല്ലേ? എല്ലാവരും ഭൂമിയിൽ മനുഷ്യരായിട്ട് പറഞ്ഞതെല്ലാം പാപികൾ അല്ലേ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ, അപ്പോൾ ദൈവം ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കാൻ നമ്മളിലുള്ള യാതൊരു യോഗ്യത ഒന്നുമില്ല. അതിന് എഫേസ്യർ ലേഖനം, പൗലോസ് എഫേസ്യർ ലേഖനം 2-ാം അധ്യായം അതിന് താഴോട്ടൊന്ന് വായിച്ചെന്ന് ആരും 2:1 മുതൽ, എഫേസ്യർ 2:1 മുതൽ താഴോട്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയെ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ അതിക്രമങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്ത പാപങ്ങളും തെറ്റുകളും കുറവ് നോക്കുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നമ്മൾ മരിച്ചവരായിരുന്നു. നമ്മളെല്ലാം നമുക്ക് യാതൊരു യോഗ്യതയില്ല. പക്ഷെ ഈ ഇത്രമാത്രം നമ്മളെ, അതായത് താഴോട്ട് മുഴുവൻ ഇപ്പൊ വായിക്കണ്ട, താഴോട്ട് വായിക്കുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ അയോഗ്യതയുടെ ഒരു പട്ടികയാണ് നമുക്ക് ഈ എഫേസ്യർ 2-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മുടെ ആത്മാവിൽ മരിച്ചവരായിരുന്നു, അനുസരണക്കേടിന്റെ മക്കൾ അല്ലേ? നമ്മളെല്ലാം അനുസരണം കെട്ടവരല്ലേ? ഏതെങ്കിലും പാപം നമുക്കറിയാം. ആദ്യത്തെ പാപം അനുസരണക്കേടുന്ന പാപം. അങ്ങനെ തലമുറയായി പാപം ചെയ്ത് അനുസരണക്കേടിന്റെ മക്കൾ, ജഡമോഹത്തിൽ നടന്നവർ. ഇന്ന് മനുഷ്യൻ ജഡീക മോഹങ്ങളിൽ, ജഡീക സുഖലോലുപതയില്ല ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നല്ലേ? ജഡമോഹങ്ങളിൽ നടന്നവർ, പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ. മനുഷ്യൻ ഇന്നത്തെ പ്രകൃതി എന്താ? മൊത്തത്തിൽ കോപത്തിന്റെ മക്കൾ. ഇന്ന് നടക്കുന്ന ഓരോ സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസം പേപ്പറിൽ വായിച്ചാൽ മനുഷ്യൻ ഒന്ന് പറയാൻ രണ്ടാമത്തേന് വെട്ടുക, കുത്തുക, കൊല്ലുക അല്ലെ? കോപത്തിന്റെ മക്കളായിട്ട്, പൈശാചിക പ്രവർത്തികളിൽ കൂടി കോപത്തിന്റെ മക്കളായിട്ട് നമ്മൾ ക്രൂര പ്രവൃത്തികളൊക്കെ ചെയ്ത് മാറി. അപ്പോൾ നമുക്ക് പറയാൻ എന്ത് യോഗ്യതയുള്ളത്? നമുക്ക് പാപത്തിന്റെ മക്കൾ, അതിക്രമങ്ങളായാലും പാപത്തിലായാലും നമ്മൾ ജീവിച്ചവരെ അല്ലെ? ജഡത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് ജഡീക സുഖലോലുപതയിൽ തിന്നു കുടിച്ച് മതിച്ച് പുളച്ച് രസിച്ച് ജീവിച്ച നമ്മുടെ പഴയകാല ജീവിതം നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ അല്ലെ? അതുപോലെ അങ്ങനെ തന്നെ കോപത്തിന്റെ മക്കൾ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ മനുഷ്യൻ എന്ത് ചെയ്യാനും പഠിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ നാം ആയിരുന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിച്ചു. അതാണ് ദൈവത്തിന്റെ വലിയ പ്രത്യേകത. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. ഇത്രമാത്രം പാപത്തിലൂടെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മളെ തന്നെ ശോധന നോക്കണം. ഒരു നമ്മളെല്ലാവരും ഇങ്ങനെയുള്ളവരെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, മനുഷ്യൻ പ്രകൃത പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് സ്നേഹിക്കുന്ന ഒരു യോഗ്യത നമുക്കില്ല. ഒന്നുമില്ല, ഏതുമില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ജീവിക്കുന്നു. പക്ഷേ എങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതാണ് ദൈവത്തിന്റെ സ്നേഹം, തിരിച്ചറിയുന്ന സ്നേഹം. അവിടെ പൗലോസ് 2:4-5 വാക്യത്തിൽ പറയുന്നുണ്ട്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം എത്രയോ കരുണാസമ്പന്നനായ, എത്ര സ്നേഹമുള്ള ദൈവം. ആ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച് മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മൾ അല്ലെ? പിന്നെ നമ്മെ ക്രിസ്തുവിനോടുകൂടി, തന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനോടുകൂടി നമ്മളെ ജീവിപ്പിച്ചു. ആത്മാവിനെ മരിച്ചവരായിരുന്നു. നിത്യനാശത്തിലേക്ക് പോകാമായിരുന്നു നമ്മളെ. അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിന്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് ബാക്കി വായിച്ചതാകട്ടെ 6. ക്രിസ്തുയേശുവിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിന്റെ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ
വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശു അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. വളരെ അർത്ഥത്തെ ഒരു വചനം അല്ലേ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവ് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും കർത്താവ് ഏറ്റെടുത്തിട്ട് നമുക്ക് പകർക്കാനായിട്ട് കർത്താവ് ആ ശിക്ഷ ഏറ്റെടുത്തു. കാൽവരി ക്രൂശിക്കപ്പെട്ടു. അതവിടെ പറഞ്ഞ ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ ആ പാപത്തിൽ നിന്ന് നമ്മൾ ഉയർത്തിച്ചു. നമ്മുടെ പാപങ്ങളെ മുഴുവൻ കർത്താവേറ്റു. ഇത് നമ്മളൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കും അല്ലേ? അത് നമ്മളെ റോമർക്കെഴുതിയ 10:9 പറയുന്നുണ്ട്. എന്താ റോമർക്കെഴുതിയ 10:9 പറയുന്നുണ്ട്? യേശുവിനെ കർത്താവിന് വായ് കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ. അപ്പൊ നമ്മള് ഹൃദയം കൊണ്ട് വായ് കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യും. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കാൽവരി ക്രൂശില് തന്റെ അവസാനങ്ങളുടെ രക്തവും ജീവനും മറുപടിയായിട്ട് കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത പ്രാണപ്രിയനായ കർത്താവ് താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളെയും കർത്താവ് പഠിപ്പിച്ചു. പാപത്തിൽ ഇത് നമ്മൾ ഏറ്റവും വിശ്വസിച്ച് ഇനിമേൽ പാപം ചെയ്യരുത്. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം അല്ലേ? അപ്പോൾ ആ എഫെസ്യർ ലേഖനം അതിൻ്റെ ബാക്കി 7-8 വാക്യൊക്കെ നിങ്ങൾ വീട്ടിൽ വായിക്കണം. നമ്മളിപ്പോൾ നമ്മൾ വായിച്ചത് ആ ഭാഗമൊക്കെ പറയുമ്പോഴേ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നതിനായി കർത്താവ് ഇന്നും ജീവിക്കണം. ആ സ്നേഹം, ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന സ്നേഹമാണ്. മുടിയൻപുത്രൻ്റെ ഉപമ കർത്താവ് നമ്മളെ പഠിപ്പിച്ച ലൂക്കോസിന്റെ സുവിശേഷം വായിക്കേണ്ട 15-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? മുടിയൻപുത്രൻ്റെ അനുഭവം നമുക്കറിയാം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇളയവൻ അവൻ്റെ വസ്തുവകളും അവൻ്റെ വീടൊക്കെ വാങ്ങിച്ച് അവൻ ദൂരദേശത്തേക്ക് പോയി. അവിടെ പോയി അവൻ ദൂർത്തടിച്ച് അവൻ മഹാപാപിയായിട്ട് എല്ലാം മുടിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞ് അവൻ വീണ്ടും തിരിച്ചു വരുമ്പോൾ ആ പിതാവ് എത്രമാത്രം സ്നേഹത്തോടെയാണ് സ്നേഹിച്ചത്. അവൻ പോയ അന്ന് നാൾ മുതലേ ആ പിതാവ് തൻ്റെ പുത്രൻ ഒരിക്കലും മടങ്ങി വരുമെന്ന് നോക്കിക്കൊണ്ട് ആ വീടിൻ്റെ പടിവാതിൽ എപ്പോഴും നിൽക്കുമായിരുന്നു. ദൂരെ വെച്ച് തന്നെ തൻ്റെ മനം തിരിച്ചറിഞ്ഞു ഓടിച്ചെന്ന് ആ പിതാവ് മനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കഴുത്തിൽ ചുംബിച്ചു അല്ലേ? നമുക്കറിയാം, അവനെ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, അവനെ കുളിപ്പിച്ച് അവനെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അവൻ്റെ വീട്ടിൽ മോതിരിട്ടു. എത്രമാത്രം സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്ന പിതാവ് ഓർത്തു നോക്കണം. അപ്പോൾ അവൻ അവിടെ ആ ഭവനത്തിലുണ്ടായിരുന്നപ്പോൾ അവൻ ഉണ്ടായിരുന്നതെല്ലാം ഇവനെല്ലാം നശിപ്പിച്ച് എല്ലാം കളഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും നഷ്ടപ്പെടുത്തിയതെല്ലാം അവൻ തിരികെ കൊടുത്തു. അതാണ് ആ പിതാവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ആ ഉപമ. ആ സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകി അവനെ വീണ്ടും അവനെ ആ ഭവനത്തിലേക്ക് കൈക്കൊണ്ടു. അതുപോലെയാണ് നമ്മുടെ ജീവിതം. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ അതിക്രമങ്ങളും പാപങ്ങളും തെറ്റുകളും കുറവുകളെല്ലാം നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞ് നമ്മളത് ഉപേക്ഷിച്ചില്ല. നമ്മളെത്ര സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നവനായ ഒരു വലിയനായ ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവം. ആ കഴിഞ്ഞതെല്ലാം മറന്ന് നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം അവന് തിരിച്ചു കൊടുത്ത്, അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഏറ്റക്കുറിച്ചിലില്ലാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. അവൻ വീട്ടിലുണ്ടായിരുന്നപ്പോഴും ആ പുത്രൻ വീട് വിട്ടു പോയപ്പോഴും അവൻ മടങ്ങി വന്നപ്പോഴും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമുണ്ടോ? ഒരേ സ്നേഹം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമുക്ക് കാൽവറി ക്രൂശിൽ നോക്കുമ്പോൾ അറിയാം, യേശു കർത്താവ് നമുക്ക് വേണ്ടി ആ ഗോഗുൽത്താ മലയുടെ നെറുകയിൽ 3 ആണികളുണ്ട്. കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിച്ച് തന്റെ അവസാനങ്ങളുടെ രക്തവും ജീവനും മറവിലായിട്ട് കൊടുത്ത ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ ആ കാൽവരി ക്രൂശിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം, പ്രകടമായിട്ടുള്ള സ്നേഹം, അത് യാഥാർത്ഥ്യമായിട്ടുള്ള പ്രകടമായിട്ടുള്ള സ്നേഹം, അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സ്നേഹമാണ്. അവിടെ യാതൊരു കാപട്യമോ വഞ്ചനയോ ചതിയോ ഒന്നുമല്ല. ദൈവസ്നേഹം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സ്നേഹമാണെന്നുള്ള നമുക്ക് ആ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ദൈവസ്നേഹത്തിൻ്റെ 1ാമത്തെ പ്രത്യേകത. നമ്മുടെ ജീവിതമായിട്ട് നമ്മളൊന്ന് കേട്ട വചനം വെച്ച് നമ്മളൊന്ന് ശോധന ചെയ്യണം. കഴിഞ്ഞകാല ജീവിതത്തിലെ മനുഷ്യനാണ് ഒരുപാട് കുറവുകളുണ്ട്. നമ്മളൊന്ന് ശോധന ചെയ്യണം ഇടയ്ക്കിടയ്ക്കൊക്കെ. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുട്ടികളുടെ കുറവുകൾ എന്താണ്? ഞാൻ അതെല്ലാം ഉപേക്ഷിക്കുന്നു.
കർത്താവിൻ്റെ സ്നേഹം ഓരോ ദിവസവും ഞങ്ങൾ രുചിച്ചറിയുന്ന സ്നേഹം. ആ സ്നേഹം ഇന്നും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹം ഇത്രമാത്രം വലിയൊരു സ്നേഹം, ലോകത്തൊരിക്കലും കിട്ടാത്ത സ്നേഹം. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹത്തിലൂടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം അത് ത്യാഗപൂർണമായിട്ടുള്ള സ്നേഹമാണ്. ത്യാഗപൂർണ്ണം. മനുഷ്യന്റെ സ്നേഹം ഒരിക്കലും അങ്ങനെ ആർക്ക് വേണ്ടി ഒരാൾ ത്യാഗം ചെയ്ത് സ്നേഹത്തിന് കൊടുക്കും അല്ലേ? നമ്മളിപ്പോൾ സ്വന്തം സഹോദരങ്ങളാണേലും നമ്മുടെ മക്കളാണേലും ബന്ധുമിത്രാദികളാണേലും സ്നേഹിതന്മാരാണേലും ഒരിക്കലും നമുക്ക് വേണ്ടി ത്യാഗപൂർണ്ണം സഹിച്ച ഒരു സ്നേഹം ആരും ഇന്നത്തെ കാലത്ത് കൊടുക്കുകയില്ല അല്ലേ? അതാണ് ദൈവത്തിന്റെ സ്നേഹം. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനെ അത് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 യോഹന്നാൻ 4:10 വാക്യം വായിച്ച്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമുണ്ടോ. അതാണ് ത്യാഗപൂർണമായ സ്നേഹം. തന്റെ ഏകജാതനായ പൊന്നോമന പുത്രനെ നമുക്ക് വേണ്ടി അവൻ അയച്ചു. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടല്ല, അവൻ നമ്മൾ സ്നേഹിച്ചതുകൊണ്ടാണ്. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ത്യാഗപൂർണ്ണ. തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന ആ സ്നേഹം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 1:12 പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എത്ര വലിയ പ്രിവിലേജസ് നമുക്ക് കിട്ടിയത് അല്ലേ? അവനെ കൈക്കൊണ്ട്, ആ പുത്രനെ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാനുള്ള ആ വലിയ പദവി, ആ പ്രിവിലേജസ് നമുക്ക് തന്നു. അതാണ് ദൈവത്തിന്റെ സ്നേഹം. എത്ര ത്യാഗപൂർണമായ സ്നേഹം. അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കായിരുന്നില്ല ചെയ്താണോ? ആദ്യം ആര് സ്നേഹിച്ചു? ദൈവം നമ്മളെ സ്നേഹിച്ചു. അതാണ് ദൈവത്തിന്റെ സ്നേഹം. ദൈവം നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാക്കി, അത് പ്രായശ്ചിത്തമായ യാഗമാക്കിയ ആ ദൈവത്തിന്റെ സ്നേഹം അത് നമുക്ക് വചനത്തോട് വായിച്ചു കിട്ടാൻ മനസ്സിലായി. യെശയ്യാ പ്രവചനത്തില് 53-ാം വാക്യത്തിൽ, അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയായ ദൈവം തന്റെ പുത്രനെ തകർത്ത് കളയാൻ ഇഷ്ടം നിൽക്കണം. നമുക്ക് വേണ്ടി, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തന്റെ സ്വന്തം ഓമനപുത്രനെ തകർത്ത് കളഞ്ഞ ഒരു നിമിഷം. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മളെ ആ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നിത്യനാശത്തിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഒരു നിമിഷം തന്റെ പുത്രനെ പോലും പിതാവ് മറന്നു കളഞ്ഞ് അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നുന്ന വചനത്തില് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 32-ാമത്തെ വചനം ഒന്ന് വായിക്കാം. റോമർ 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? മതി. കണ്ടോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ, അവൻ സ്വന്തം പുത്രനാണെന്ന് പോലും ആദരിക്കാതെ അവൻ എന്ത് ചെയ്തു? എല്ലാവർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവനായ വലിയ കാര്യം അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുന്നു. ഈ പുത്രനോട് കൂടെ നമുക്ക് വേണ്ടതെല്ലാം ദൈവം തരാതിരിക്കുക. അതാണ് പുത്രൻ വിശ്വസിക്കുക. ആ പുത്രനിൽ കൂടിയുള്ള രക്ഷ അത് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ഈ രക്ഷ എന്താണെന്ന് ഇന്ന് പലർക്കും തിരിച്ചറിയില്ല. ഇത് ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ക്ലാസ് ചെന്നപ്പോഴേ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ നമ്മുടെ വലിയ നോയമ്പ് 50 നോയമ്പ് നോക്കും, എന്തിനാണ് ഈ നോയമ്പ് നോക്കുന്നത്? എന്താണ് ഈ നോയമ്പ് നോക്കുന്നതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം? അതെല്ലാം വിളിക്കുക. ചിലർ പറഞ്ഞു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊക്കെയാണ് നമ്മൾ. ഞാൻ ശരിയാണ്, കുറച്ചൊക്കെ ചെയ്യാം. എങ്കിലും കർത്താവ് ഒരുക്കിയ വലിയ രക്ഷ എന്താണെന്ന് ഞാൻ പിന്നെ ഇന്ന് അത് മാത്രമാണ് പറഞ്ഞത്. പുസ്തകമല്ല പഠിച്ചത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുസ്തകം പഠിച്ചാൽ മതി. ഇത് പഠിച്ചിട്ട് ഇത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇനി ക്ലാസ്സിലെ പുസ്തകം പഠിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. കാരണം പിള്ളേർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ എബ്രായ ലേഖനക്കാരൻ പറയുന്നുണ്ട്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്കിലും തെറ്റി വരും. കർത്താവ് ഒരുക്കി വലിയ രക്ഷ
ഇത് പലപ്പോഴും നമ്മൾ മറന്നുപോയി. ഇതിനെ ഗണ്യമാക്കാതെ നമ്മൾ ജീവിച്ചാൽ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് തെറ്റെഴുതത്തില്ല കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെ കർത്താവ് സൗജന്യമായിട്ട് അതിന് 5 പൈസ ആരും പ്രതിഫലം കൊടുക്കണ്ട. കോടികളോ ലക്ഷങ്ങളോ ഒന്നും നമ്മളെ സമ്പാദിച്ചൊന്നും കർത്താവിന് കൊടുക്കണ്ട. 10:9 നമ്മൾ വായിച്ചതുപോലെ അല്ലേ, റോമർക്കെതിരെ 10:9 നമ്മൾ വായിച്ചിട്ടുണ്ട്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താണ് ഈ വലിയ രക്ഷ കർത്താവിനെ പിടിക്കും. ഈ വലിയ രക്ഷ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ. അപ്പോൾ ഈ വലിയ രക്ഷ എന്താണെന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ടൊക്കെ കൊണ്ടുപോകാൻ. അപ്പോൾ ആ വലിയ രക്ഷ ഒരിക്കലും നമ്മളെ മറന്നു പോകരുത്. അപ്പോൾ പുത്രൻ പിതാവ് തന്നിൽ ഏൽപ്പിച്ച വലിയ ദൗത്യം, ആ വലിയ ഉത്തരവാദിത്വം, അത് എത്ര വിശ്വസ്തയോടെ എത്ര ആത്മാർത്ഥതയോടെയാണ് പുത്രൻ ചെയ്ത് നിറവേറ്റത്. നമുക്ക് വേണ്ടി ഒരിക്കൽ തന്നെ ഈ വലിയ രക്ഷ പിതാവ് പുത്രനെ ഏൽപ്പിച്ചു. പുത്രൻ യാതൊരു മടിയും കൂടാതെ അത് നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ച പീഡാസഹനങ്ങൾ, 1000 ദിവസങ്ങൾ നമുക്കറിയാം. കഷ്ടാരം വായിച്ച് പീഡാസഹനങ്ങൾ വരുമ്പോൾ അല്ലേ, കർത്താവ് സഹിച്ച ആ നിന്ദകളും പരിഹാസങ്ങളും എല്ലാം ഓർക്കുമ്പോൾ ഇത്ര വലിയ രക്ഷ കർത്താവ് നമുക്ക് സൗജന്യമായിട്ട് ഒരിക്കൽ തന്നെ അത് നമ്മളെ വിശ്വസിച്ച്, അത് നമ്മൾ ആ രക്ഷ സ്വീകരിച്ച്, അത് നമ്മളെ ഏറ്റെടുത്ത് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇനിമേലും കർത്താവ് എത്ര വലിയ രക്ഷ ഒരുക്കുന്നുണ്ട്. ഞാൻ കർത്താവിന് ഇഷ്ടമില്ലാത്ത യാതൊരു പ്രവൃത്തിയും ചെയ്യുകയില്ല. പാപത്തോട് എന്നേക്കുമായിട്ട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധ ജീവൻ നയിക്കുക, പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലം ദൈവം തരുന്ന ഈ ഭൂമിയിലായി സത്തിലാണെങ്കിലും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് അതിനായിട്ടൊരു സമർപ്പണം കൊടുക്കണം. അപ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹം അതാണ്, ത്യാഗപൂർണ്ണമായ സ്നേഹം. എഫെസ്യർക്കെതിരെ ലേഖനം 5:2 വായിച്ച്. എഫെസ്യർക്കെതിരെ ലേഖനം 5:2 അവിടെ പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ അല്ലേ. അവിടെ എന്താ പറയുന്നത്? ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടത്തി. പിന്നെ ദുർനടപ്പ്, യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാവുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അപ്പോൾ വിശുദ്ധന്മാർക്ക് ഉചിതമായിട്ടുള്ള കാര്യം എന്താണ്? പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു. പുത്രൻ തന്നിട്ടാണ് നമ്മളെ സ്നേഹിച്ചത്. കൂടുതൽ സ്നേഹം ലോകത്തൊരിടത്ത് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസന നമുക്ക് വേണ്ടി. അതായത് കർത്താവായ യേശു ക്രിസ്തു അവിടെ തന്നെ ബലിയായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ബലി അർപ്പിക്കുന്ന കർമ്മിയും ബലി വസ്തുവുമായിട്ട് കർത്താവത്തിൽ ഉണ്ടോ. പണ്ട് നമുക്കറിയാം, പഴയ നിയമത്തിലെ ബലി അർപ്പിക്കുന്ന പുരോഹിതൻ അല്ലേ, ആ ബലി അർപ്പിക്കുന്ന പുരോഹിതൻ ബലിയെ കാളയോ അല്ലെങ്കിൽ ആട്ടുകൊറ്റനെയോ അല്ല കുടുംബാവിനെയോ ഒക്കെ പിന്നെ നടത്തുമ്പോൾ ഒരു കാർമ്മികനും ഉണ്ടാവും, ബലി വസ്തുവുമില്ല. പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ ഇത് രണ്ടും ഒരാളായിരുന്നു. ആരാ? കർത്താവ് തന്നെ ബലിയായിട്ട് കൊടുത്തു. അതാണ് എൻ്റെ പ്രത്യേകത. ഓട്ടെ, അപ്പോൾ ആ ഒരു കർത്താവിൻ്റെ ആ സ്നേഹം, അതാണ് ആ ത്യാഗപൂർണ്ണമായിട്ടുള്ള സ്നേഹം. ഞാൻ ഒരു പുസ്തകത്തെ വായിച്ചത് ഒരു ഉണ്ടായ സംഭവമാണ്. ഡോക്ടർ സ്റ്റാൻലി ജോൺസൺ, അദ്ദേഹം ഒരു അമേരിക്കൻ മിഷണറി ആയിരുന്നു. ഡോക്ടർ സ്റ്റാൻലി ജോൺസൺ അദ്ദേഹം തൻ്റെ സുവിശേഷ വേലയോടനുബന്ധിച്ച് സുവിശേഷ യാത്രയിൽ, അതായത് ഹിമാലയത്തിൻ്റെ അടിവാരത്തിലൂടെ അദ്ദേഹവും അനുയായികളും സുവിശേഷ പ്രവർത്തനത്തിലൂടെയുള്ള യാത്ര നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രദേശത്ത്, ഹിമാലയത്തിൻ്റെ അടിവാരത്തിലുള്ള ഒരു പ്രദേശം ചെന്നപ്പോൾ ആ പ്രദേശം മുഴുവൻ കാട്ടുതീ കത്തി അവിടെ ഉണ്ടായിരുന്ന പച്ചപ്പ് പുല്ലുകളെ കുറ്റിച്ചെടികളെല്ലാം കത്തി കരിഞ്ഞ് കിടക്കുന്ന വിഭാഗമുണ്ട്. അപ്പോൾ നമുക്കറിയാം, മലപ്രദേശത്തിലൊക്കെ കാട്ടുതീ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള എല്ലാം കത്തിച്ചാമ്പലാകും. അപ്പോൾ അദ്ദേഹം മുന്നോട്ടിങ്ങനെ അനുയായികളായിരുന്നു. അത് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോ ഒരു സാധനം അറിയാതെ തട്ടിയപ്പോൾ ആ തട്ടലിൻ്റെ ശക്തിയിൽ ഈ സാധനം മുന്നോട്ട് തെറിച്ചു. ഒരു കറുത്ത കരിഞ്ഞൊരു സാധനം. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഈ തട്ടിപ്പോയ സാധനത്തിൻ്റെ അടിയിൽ നിന്ന് കുറെ കോഴിക്കുഞ്ഞുങ്ങൾ ഓടിപ്പോയി. കോഴിക്കുഞ്ഞുങ്ങൾ, ജീവനുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഓടിപ്പോകുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കാട്ടുതീ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കാട്ടുകോഴിയും കുഞ്ഞുങ്ങളും അവിടെ ആഹാരം തിന്ന് നടക്കുന്ന സമയമായിരുന്നു.
ആ സമയത്ത് കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കോഴി നമുക്കറിയാം, കുഞ്ഞുങ്ങളെ പരുന്തോ പുള്ളൊക്കെ പിടിക്കാൻ വരുമ്പോൾ ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഓടി ചിറകിൻ്റെ കീഴെ പാത്തിരിക്കും അല്ലേ? ഇങ്ങനെയാണല്ലോ കോഴി, തള്ളക്കോഴി കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ കാട്ടുതീ ഉണ്ടായപ്പോൾ ഈ തള്ളക്കോഴിക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴെ മറച്ചു കുഞ്ഞുങ്ങളെ സംരക്ഷണം കൊടുത്തു. പക്ഷെങ്കിൽ തള്ളക്കോഴി ആ കാട്ടുതീയിൽ കത്തി ചത്തുപോയി. ഓർത്ത് നോക്കണം, ആ കോഴി തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ പ്രകാരം ഒരു പാട്ട് പാടല്ലോ, കോഴി തൻ കുഞ്ഞിനെ വഹിക്കും പോലെ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്മകൾ കുറായിരം നന്ദി. അപ്പോൾ ഇത് കോഴി തൻ്റെ കുഞ്ഞിനെ, തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ഇത്രമാത്രം വലിയ സ്നേഹമാണ്. നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി നമ്മളെ ഇതുപോലെ പാപത്തിൻ്റെ അഗ്നിയിൽ കത്തി അല്ലെ വെണ്ണീറാകാമായിരുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ ഗോഗുൽത്താ മലയുടെ നെറുകയില് മരക്കുരിശിന്മേൽ 3 ആണികളിന്മേൽ ആകാശത്തിനും ഭൂമിക്കും മധ്യ പെടഞ്ഞു മരിച്ചപ്പോൾ നമ്മൾ ഓർത്തോണം എത്രമാത്രം വലിയ സ്നേഹമാണ് കർത്താവ്. ഒരു വചനപ്രകാരം ഏറിയ കുരുകളിനേക്കാൾ നിങ്ങൾ. അപ്പോൾ ഈ തള്ളക്കോഴിക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ഇത്ര വലുതായിട്ട് അതിൻ്റെ ജീവനെ കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചെങ്കിൽ ഏറിയ കുരുവിനേക്കാൾ നമ്മളുടെ എത്ര വിശേഷതകളാണ്. തൻ്റെ സൃഷ്ടിയാകുന്ന തൻ്റെ മക്കളാകുന്ന നമ്മളോടുള്ള ആ സ്നേഹം എത്ര വലുതാണെന്ന് നമുക്ക് കർത്താവിൻ്റെ കാൽവരി ക്രൂശിൻ്റെ മരണത്തിലെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ആ ക്രൂശിലെ സ്നേഹം അല്ലേ? പാപമാകുന്ന തീയിൽ നമ്മൾ നശിച്ചു പോകാമായിരുന്ന പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവ് തൻ്റെ ജീവന രക്തവും കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ആ വലിയ സ്നേഹം. അതാണ് യെശയ്യാ പ്രവചനം 49:15 നമ്മൾ വായിക്കുന്നുണ്ട്. അത് വായിച്ചു. യെശയ്യാ 49:15. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കും അല്ലേ? വായിച്ചു, അതിനൊന്ന് വായിച്ചു. അതിന് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അപ്പോൾ പെറ്റതള്ള തൻ്റെ സ്വന്തം കുഞ്ഞിനെ ഒരിക്കലും മറക്കത്തില്ല. മറക്കുമോ? അപ്പോൾ അവൾ മറന്നാലും ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഇന്ന് പെറ്റ ഒരു ദിവസം കഴിഞ്ഞ ഉടനെ എവിടെയും കൊണ്ടുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുക. കുഞ്ഞുങ്ങളൊക്കെ എത്രയോ കുഞ്ഞുങ്ങളെ വഴിയിലൊക്കെ ചോര കുഞ്ഞുങ്ങളെ തുറന്ന് ഇന്നത്തെ കാലം അത്രമാത്രം അത് ലഭിച്ചു. പെറ്റതള്ള കുഞ്ഞിനെ മറക്കത്തില്ലെന്ന് ബൈബിളിൽ പറയുന്നെങ്കിലും ഇന്ന് പ്രസവിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു ലോകത്താണ്, ഒരു സമൂഹത്തിലാണ് നമ്മൾ. ഇവിടെ വചനം പറയുന്ന പെറ്റതള്ള കുഞ്ഞിനെ മറക്കുമോ എന്ന്. പക്ഷെ ഇന്ന് മുഴുവൻ മറക്കുന്ന ഒരു ലോകത്താണ് ജീവിതം. പോട്ടെ. അപ്പോൾ അങ്ങനെ മറക്കുമ്പോഴും കർത്താവ് നമ്മൾ ഒരിക്കലും മറക്കാത്തവനായ ആ സ്നേഹമാണ് കർത്താവിൻ്റെ ആ വലിയ സ്നേഹം എന്നുള്ളത്. അതാണ് ത്യാഗപൂർണമായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒന്നാമത്തെ സ്നേഹം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവസ്നേഹം നമ്മളെ തിരിച്ചറിഞ്ഞ സ്നേഹമാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവസ്നേഹം നമ്മളെ അനേക നാളുകൾ തിരിച്ചറിഞ്ഞവരാണ്. രണ്ടാമത് കണ്ടു ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ത്യാഗപൂർണമായിട്ടുള്ള സ്നേഹമാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. മൂന്നാമത്തെ ദൈവസ്നേഹം എന്ന് പറയുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്ന സ്നേഹം. ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുന്നതാണ് അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാക്ഷ്യം പറയാൻ കാണും. ദൈവസ്നേഹം എന്താണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഓരോരുത്തരോട് ചോദിച്ചാൽ പറയാം അല്ലേ? എത്രയോ പ്രാവശ്യം
നമ്മൾക്ക് വലിയ ആപത്തുണ്ടാകാമായിട്ട് സാഹചര്യം. അല്ല, വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ വണ്ടി വേറെ വാഹനമായിട്ട് നേർക്ക് നേരം വന്ന് കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്ന സാഹചര്യം നമ്മളെ രക്ഷിച്ചവരാണ്. അല്ല, മാറാൻ രോഗങ്ങൾ വന്ന് അല്ലെ, ഒനിച്ചാൽ തന്നെ ഒരുപാട് സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഒനിച്ചാന്റെ ജീവിതത്തിൽ. അപ്പോൾ ആ എത്രയോ ആളുകൾ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സാക്ഷ്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മളെ ഒന്ന് ശോധന ചെയ്ത് നോക്കുമ്പോൾ ഓരോ അനുഭവത്തിൽ കൂടി നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ട് വീണ്ടും നമ്മളെ പാപത്തിലേക്ക് മടങ്ങിപ്പോകരുത്. ഇത്രമാത്രം നമ്മളെ കരുതി സ്നേഹിച്ച് നമ്മുടെ ജീവിതം തിരിച്ചറിഞ്ഞവരാണ്. ത്യാഗപൂർണമായ സ്നേഹം നമ്മളെ കർത്താവ് നമുക്ക് തന്നു. ഇതെല്ലാം തന്നിട്ട് വീണ്ടും നമ്മളെ അതിലേക്ക് മടങ്ങിപ്പോകരുത് അല്ലേ. 1 യോഹന്നാൻ 4:16 വാക്യം വായിച്ച്, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞു വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. മതി, അത് നമ്മൾ വായിച്ച ആ വാക്യം തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം നാം അറിഞ്ഞും വിശ്വസിച്ചിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ എന്നവർ സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം, ആ സ്നേഹം ഉള്ള ദൈവം ഇന്നും നമ്മളെ അത്രമാത്രം കരുതുകയും ഓരോ ദിവസവും നമ്മളെ ഊറ്റി പുലർത്തി നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സഭയിൽ. അപ്പോൾ ആ ദൈവത്തിനോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും നമ്മുടെ അതിൽ നിന്നാകുമ്പോൾ മതിയാകില്ല. നമ്മുടെ ജീവൻ തന്നെ അതിന് കർത്താവിന് നിറവില്ലാതെ. നമ്മുടെ ഓരോരുത്തരും ജീവിതം സമർപ്പണമുള്ള ഒരു ജീവിതം, റിയൽ സറണ്ടർ, യഥാർത്ഥമായിട്ട് സമർപ്പണമുള്ള ഒരു ജീവിതം നമ്മൾ ആ കർത്താവിനോട് കൊടുക്കണം. അതാണ് യോഹന്നാൻ ശ്ലീഹായുടെ അല്ലെങ്കിൽ അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ 3.5 വർഷക്കാലത്തെ അനുഭവത്തിൽ കൂടെ ആ സ്നേഹം അദ്ദേഹം യേശുവിൻ്റെ കൂടെ തൻ്റെ ഗുരുവായ അല്ലെ തൻ്റെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് ഈ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഈ അപ്പോസ്തലനായ യോഹന്നാൻ. അതുകൊണ്ടാണ് അദ്ദേഹം ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത്രമാത്രം തൻ്റെ ലേഖനം കൂടിയും സുവിശേഷത്തിൽ കൂടി എല്ലാം പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ അവിടെ കൂടാതെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടി ഈ സ്നേഹം നമുക്കറിയാൻ സാധിക്കും. അവിടെ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 5-ാം വാക്യം വായിച്ച്, റോമർ 5:5 പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ കൂടി നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു പരിശുദ്ധാത്മ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ കൂടി ദൈവത്തിന്റെ സ്നേഹം നമുക്ക് പകർന്നു തന്നിരിക്കുക. 5:8-9 വാക്യം കൊടുത്ത് വായിച്ച്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുക. യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. യേശുവിന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടപ്പോൾ നമ്മൾ അത് കോപത്തിൽ എത്രയോ. അപ്പോൾ ആ സ്നേഹം അതാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആ പൗലോസിനെ തന്റെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അത്രമാത്രം നമ്മളെ കരുതി സ്നേഹിക്കുന്നവനുമായ ഈ വലിയവനായ ദൈവം ഓരോ ദിവസവും നമ്മളെ എത്രമാത്രം കരുതി ഈ ഭൂമിയിൽ ഇന്ന് നമ്മളെ നിലനിൽക്കുന്ന തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മഹത്വമാണ് നമ്മൾ. കാരണം തൻ്റെ സൃഷ്ടിയിലെ ഇത്രമാത്രം ഏറ്റവും സ്നേഹിച്ചത് മനുഷ്യന്റെ സൃഷ്ടിയിൽ മനുഷ്യനെയാണ്. തൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിച്ച് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി. ആ ദൈവം ഇന്നും നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മളാണ് അതിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അതാണ് നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു കുറവ് അല്ല തെറ്റെന്ന് പറയുന്നത്, നമ്മുടെ പാപം. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളും സമ്പർക്കത്തിലും ഒക്കെ വരുമ്പോൾ നമ്മളെ മാറിക്കൊണ്ടേ പാപത്തിലേക്ക് വഴുതിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവം ഇന്നും, ദൈവത്തിന് ഒരു മാറ്റമില്ല. ദൈവം ഇന്നും നമ്മളെ അളവിടാതെ സ്നേഹിക്കുന്ന കരുണാസമ്പന്നനാണ് നമ്മുടെ ദൈവം. ആർദ്രതയും മനസ്സരിവുള്ളവനായ ദൈവം അല്ലേ. അപ്പോൾ ആ ദൈവം ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആ ദൈവത്തിന് എത്രമാത്രം ദൈവത്തിന് നമ്മൾ
അങ്ങോട്ട് സ്നേഹിക്കേണ്ടത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ നമ്മൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കുവാനും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴാണ് നമ്മളെ സ്നേഹിക്കാൻ മറ്റുള്ളവരുണ്ടെങ്കിലല്ല നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എത്രയോ നിരാശകരമായ ഒരനുഭവം. എനിക്ക് എത്രയോ ആളുകളെ സൂയിസൈഡ് ചെയ്യുന്ന ആത്മഹത്യ ചെയ്യുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താ പറയുക? അവരെ സ്നേഹിക്കാൻ ആരുമില്ലെന്നുള്ള ബോധ്യം വന്നു കഴിയുമ്പോൾ, അങ്ങനെയുള്ള നിരാശ വന്നു കഴിയുമ്പോഴാണ് ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. പലരും ഇനി ചിന്തിച്ചാണ് അങ്ങനെയാണ് ഇന്ന് ആത്മഹത്യ പ്രവണത ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തെ നമ്മൾ സ്നേഹിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ. ആ ദൈവം ഇന്നും തൻ്റെ സ്നേഹം ഒട്ടും കുറവൊന്നുമില്ല നമ്മളോട്. പക്ഷെ നമ്മളാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ദൈവത്തിൽ നടന്നു കഴിയുമ്പോഴാണ് നമ്മുടെ പാപത്തിലേക്ക് വീഴുന്നത്. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ പാപത്തിലേക്ക് കൂട്ടുന്നത്. ദൈവമായിട്ടുള്ള അടുത്ത ബന്ധത്തിലൂടെ, സംസർഗത്തിലൂടെ, വ്യക്തിപരമായ സ്നേഹബന്ധത്തിലൂടെ നമ്മൾ ജീവിച്ചാൽ പാപത്തിൽ നമുക്ക് എപ്പോഴും വിടുതലുണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിൽ നമ്മൾ എത്രമാത്രം അകലുന്നുവോ അത്രമാത്രം നമ്മുടെ പാപത്തോടാണ് കൂട്ടുകൂടിക്കൊണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം നമ്മളെ മറന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത് ദൈവ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞതാണ്, ഒരുപാട് നമ്മുടെ കഴിയാതെ ജീവിതത്തിൽ. രണ്ടാമത് ദൈവത്തിൻ്റെ സ്നേഹം ത്യാഗപൂർണ്ണമായിട്ടുള്ള സ്നേഹം, അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വചനത്തിലൂടെ മനസ്സിലാക്കി. മൂന്നാമത് ദൈവസ്നേഹം നമ്മളെ അനുഭവിച്ചറിഞ്ഞവരാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മളെ തന്നെ ശോധ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞവരാണ്. ഈ 3 കാര്യം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവസ്നേഹം നമ്മൾ ഇത്രമാത്രം പകർന്നിരിക്കുമ്പോൾ ഇനി നാം എപ്രകാരമാണ് അത് പ്രകടമാക്കാൻ? ആ ഒരു ചോദ്യം ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരിക. ഈ ഇത്രമാത്രം ദൈവസ്നേഹം നമ്മളിൽ നിറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെ ദൈവത്തോടെ അത് എങ്ങനെ പ്രകടമാക്കുന്നു എന്നൊരു കാര്യം കൂടെ പറഞ്ഞ് 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. വളരെ ശ്രദ്ധയോട് കേൾക്കണം. അപ്പോൾ ഇത്രമാത്രം ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നിറഞ്ഞ് കവിയുമ്പോൾ, നിറഞ്ഞ് പകർന്നിരിക്കുമ്പോൾ നാം അത് എപ്രകാരം പ്രകടമാക്കണം? ഒന്നാമത്തെ കാര്യം, നാം അന്യോന്യം സ്നേഹിക്കുന്നവരായിട്ട് മാറും. അന്യോന്യം സ്നേഹിക്കണം. സ്നേഹമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. കർത്താവ് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന തന്നെ അതന്നെ, സ്നേഹം. അപ്പോൾ നമ്മൾ ഈ എല്ലാ ആരാധനയും നമ്മൾ പാടുന്നുണ്ട്, അന്യോന്യം സ്നേഹിക്കുവിൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ. വളരെ അന്യോന്യം സ്നേഹിക്കുവിൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ. സ്നേഹിച്ചു ജീവൻ തന്നവൻ ക്രിസ്തു സ്നേഹമായോദിടും. സ്നേഹിച്ചു ജീവൻ തന്നവൻ ക്രിസ്തു സ്നേഹമായി. എന്താണ് സ്നേഹമായി ഓതിടുന്നത്? അന്യോന്യം സ്നേഹിക്കുവിൻ, നിങ്ങൾ അന്യോന്യം. ഈ പാട്ട് ആരും കേട്ടിട്ടില്ലേ? സുറിയാനി ക്രിസ്ത്യാനികൾക്കുണ്ട് ഈ പാട്ട് അറിയാവുന്നതാണല്ലോ. ആരാധനയിൽ പങ്കെടുക്കുന്നത് അന്യോന്യം സ്നേഹിക്കുന്നത്. 1 യോഹന്നാൻ 4:7 വായിച്ച്. 1 യോഹന്നാൻ 4:7. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്നും വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. മതി കേട്ടോ. അവിടെ പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു. സ്നേഹം ആരിൽ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. പിന്നെ സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം. അപ്പോൾ നമ്മൾക്കുണ്ടായ ഏറ്റവും വലിയ ഗുണവിശേഷം എന്താണ്? നമ്മളെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, അല്ലേ? സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. സ്നേഹം, അല്ലേ? സ്നേഹം ദൈവത്തിന്റെ സ്വഭാവമാണ്. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന്റെ സ്വഭാവത്തിൽ നാം പങ്കാളികളായിട്ട് തീർന്നു. നാം ജനിച്ചതാരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്ന്. ദൈവസ്നേഹമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ നമ്മളെല്ലാം ദൈവത്തിന്റെ, അല്ലെ,
ദൈവത്തിൻ്റെ സ്വഭാവമുള്ള, സ്നേഹത്തിൻ്റെ സ്വഭാവമുള്ള, അവൻ്റെ സ്വഭാവമുള്ള പങ്കാളികളായിട്ട് നമ്മൾ തീരുന്നു. നമ്മുടെ ഈ നോയമ്പ് കാലത്ത് ഒരു പ്രാർത്ഥന ഉണ്ട്. വെളുപ്പാൻ കാലത്ത് പ്രാർത്ഥന എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. നോമ്പ് നല്ലതാകുന്നു, സ്നേഹം കൂടാതെ ഒരുവൻ നോമ്പ് നോക്കിയാൽ അവൻ്റെ വ്രതത്തിന് യാതൊരു, നിങ്ങളാരും പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥന. ഞങ്ങൾ ഈ 50 നോയമ്പിൽ എല്ലാ ദിവസവും വെളുപ്പിന് രാവിലത്തെ പ്രാർത്ഥനയുള്ള ഒരു ഭാഗം. അപ്പോൾ അവിടെ പറയുന്നുണ്ട് നോമ്പ് നല്ലതാണ്, സ്നേഹം കൂടാതെ ഒരുവൻ നോമ്പ് നോക്കുന്നെങ്കിൽ അവൻ്റെ വ്രതത്തിന് യാതൊരു വിശേഷമില്ല. അടുത്തത് പ്രാർത്ഥന സ്നേഹിക്കപ്പെട്ടതാകുന്നു, സ്നേഹം അതിനെ കരയറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ചിറക് ബലഹീനതയുള്ളതാണ്. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ടല്ലേ? ഒന്നുകൂടെ പറയാം. പ്രാർത്ഥന സ്നേഹിക്കപ്പെട്ടതാകുന്നു, സ്നേഹം അതിനെ കരയറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ചിറക്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യം വായിച്ച്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. അവിടെ പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് കുറ്റം പറയാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു. നമ്മുടെ വിട്ടുപോയ ആ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരും. എല്ലാവരും സ്ത്രീകളുടെ സഹോദരങ്ങളെ, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരെ, നമ്മുടെ സമൂഹത്തിലുള്ള ചുറ്റുപാടുള്ളവരെ, നമ്മുടെ അയൽവാസികളെ എല്ലാവരെയും നമ്മളെ സ്നേഹിക്കണം അല്ലേ? അവിടെ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ രക്തബന്ധത്തിലുള്ളതായിട്ട് പലപ്പോഴും സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ലാത്ത ഒരു ലോകത്താണ് ജീവിക്കുന്നത്. സ്വന്തം സഹോദരങ്ങളെ കൂട്ടുമുട്ടിയാൽ ഉണ്ടത്തില്ല, അപ്പുറം ഇപ്പറേ താമസിക്കുന്നത്, യാതൊരു സഹകരണമില്ല. അപ്പൊ രക്തബന്ധങ്ങളെ സ്നേഹിക്കണം അല്ലേ? സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടുന്ന നമ്മുടെ വചനമുണ്ട്. അതെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടുന്ന ദൈവത്തെ, കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? അതുപോലെ തന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണം. നമ്മുടെ ചുറ്റുപാടുള്ളവരെ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന വചനത്തിലൂടെ നമ്മൾ ഓർപ്പിക്കുന്നു. കൂട്ടുവിശ്വാസികൾ, നമ്മളിതുപോലെ കൂട്ടായ്മ കൂടുമ്പോൾ കൂട്ടുവിശ്വാസികളെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രകടമാക്കേണ്ട കാര്യം, നമ്മൾ ഈ കേട്ട 3 കാര്യങ്ങൾ വെച്ച് നമ്മളിൽ പ്രകടമാക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ എന്താണ്? അന്യോന്യം സ്നേഹിക്കുക. അത് ഓർത്താൽ മതി, എല്ലാവരും അന്യോന്യം സ്നേഹിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിയാണ്. മോനിച്ചാൻ എനിക്ക് അനുവദിച്ച സമയം അപ്പോൾ ഏകദേശം തീരും. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ തീരണം. കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ഇനിയുള്ള കാലം ഈ ദൈവം തരുന്ന ഭൂമിയിൽ എത്ര ആയുസ് നമ്മൾ ജീവിച്ചാൽ കർത്താവിൻ്റെ ആരായിട്ട് മാറണം? സാക്ഷികളായിട്ട്. യോഹന്നാന്റെ സുവിശേഷം 21:15 വായിക്കുമ്പോൾ അറിയാം. 21:15 അവിടെ ഒരു ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് അത്യയൊരു ഭാഗമാണ്. എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സങ്കടം തോന്നിയൊരു ഭാഗമുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന ശീമോൻ പത്രോസിനോട് പറയുന്നൊരു ഭാഗമാണ്. അവർ പ്രാതൽ കഴിച്ച ശേഷം 21:15 അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ച്, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ ഹൃദയം വേദനിച്ചു. ഇന്ന് കർത്താവ് എന്നോട് ഈ ചോദ്യം ഇവിടെ ഇരിക്കും നമ്മൾ ഓരോരുത്തരോടും ചോദിക്കണം. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ പറയും, ഓ കർത്താവ് സ്നേഹിക്കുന്നു. നീ എൻ്റെ കുഞ്ഞാടുകളെ സ്നേഹിക്കുക. വീണ്ടും എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. നീ എൻ്റെ ആടുകളെ പാലിക്കുക. വീണ്ടും മൂന്നാമത് ചോദിച്ചപ്പോഴും അപ്പോൾ ആ പത്രോസിൻ്റെ ഹൃദയം ആ ചോദ്യം കേട്ടപ്പോൾ അവനങ്ങ് ദുഃഖിച്ച് കരഞ്ഞു. കർത്താവ്, ഇനി എല്ലാം അറിയുന്ന ദൈവമാണല്ലോ,
നീ വീണ്ടും ഇങ്ങനെ ചോദിച്ചപ്പോൾ നീ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കാൻ ഇവിടെ എന്നെ കേട്ടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ നോയമ്പ് കാലത്ത് ഇന്ന് കർത്താവിനോട് ചോദിക്കാൻ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ ഉണ്ട് എന്നൊക്കെ പറയാൻ പോകും. 3 പ്രാവശ്യം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് തൊട്ട് നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല? ആത്മാർത്ഥതയോടെ ചങ്കത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമോ, കർത്താവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു? അത് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകും. അത്രമാത്രം കർത്താവ് നമുക്ക് വേണ്ടി, അത്രമാത്രം നമ്മളെ സ്നേഹിച്ച കർത്താവ് നമുക്ക് വേണ്ടി തന്നെ ജീവിതം ഏറ്റവും മറുപടിയായിട്ട് കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തുന്ന കർത്താവ്, നമ്മളെ ഏൽക്കേണ്ട ശിക്ഷകളെ, കഷ്ടതകളെ, പങ്കപ്പാടുകൾ, നിന്നുകളെ, പരിഹാസങ്ങളെല്ലാം കർത്താവേറ്റത് എനിക്ക് വേണ്ടിയാനുള്ള ബോധ്യത്തോടെ ഇരിക്കുമ്പോൾ ഈ ചോദ്യം ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കലർപ്പില്ലാത്ത സ്നേഹം, അത് നമ്മളെ കർത്താവിന് വേണ്ടി ആ സ്നേഹം കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. കലർപ്പില്ലാത്ത വിശ്വസ്തയോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, കർത്താവിൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ആ താലന്തുകളെ അവൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരായിട്ട്, അവൻ്റെ വയൽപ്രദേശത്തെ വേല ചെയ്യുന്ന മക്കളായിട്ട്, ആ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും മാറേണ്ട സമയം ഇന്ന് അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മൾ ഉണർന്നേ മതിയാവും. ഉറങ്ങുന്നവരെ ഉണർന്നെഴുന്നേൽപ്പി. ഇനിയെങ്കിലും കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. 21:17 വായിച്ച് അതിപ്പോ നമ്മൾ വായിച്ചല്ലേ? അത് 3ാമത്തെ പ്രാവശ്യം അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളോട് പറയുന്ന ആ വചനത്തിലൂടെ നമ്മളോട് ഇതന്നെ കർത്താവ് പറയുന്നത്. ആ മറുപടിയിൽ തന്നെ നമുക്കറിയാം പത്രോസ് അത്രമാത്രം ദുഃഖിച്ചു. ആ കർത്താവ് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവൻ്റെ ഹൃദയം തകർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയം തകരുന്നു. കർത്താവ് ഇന്ന് ഈ രാത്രിക്കാലം ഇതേ ചോദ്യം തന്നെ നമ്മളോട് ചോദിക്കുമ്പോൾ ആ പത്രോസിൻ്റെ ആ സമർപ്പണവും യഥാസ്ഥാനപ്പെടലും ഒക്കെ ദർശിച്ചനായ കർത്താവ് പറഞ്ഞില്ലേ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവൻ്റെ വേണ്ടി സുവിശേഷ വേലയുടെ പങ്കാളികളായിട്ട് നമ്മൾ ഓരോരുത്തരും തീരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ്റെ വയൽപ്രദേശത്ത് അവൻ്റെ വിശ്വസ്ത വേലക്കാരായിട്ട് കർത്താവിന് വേണ്ടി അവൻ്റെ സാക്ഷികളായിട്ട് നമ്മളെ ഓരോരുത്തരും മാറുക. ഈ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ തീരുക. നമ്മളെ കേട്ടത് ഈ വചനത്തിലൂടെ ഒന്നാമത് നമ്മൾ കേട്ടു, നമ്മളെ അന്യോന്യം സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. രണ്ടാമത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് ഇതിലൂടെ സൃഷ്ടായുസ് നമുക്ക് ജീവിതത്തെ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഈ വലിയ ദിവസങ്ങളിലൂടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇത്ര സമയം വളരെ ശ്രദ്ധയോടുകൂടി ഈ ദൈവവചനം ശ്രവിച്ച എല്ലാ സഹോദരി സഹോദരന്മാരോട്, പ്രത്യേകിച്ച് ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ക്ഷണിച്ച അത്രയും പ്രിയപ്പെട്ട മോനിച്ചാനോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാ മക്കളോടും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥനയിൽ നിങ്ങളെയും നിങ്ങളുടെ സഹോദരനെയും നിങ്ങളുടെ കടന്നു ജയമോഹൻ്റെ എല്ലാവരും ഞങ്ങളുടെ ഗോഡ്സ് കമ്മ്യൂണിസ്റ്റിൻ്റെ എല്ലാ ആത്മീയ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകും. തിരുനാ
ഹാലലുയ 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 ഹാലലുയ. നന്ദിയോടെ 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 ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അപ്പ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി എൻ്റെ അപ്പൻ്റെ പാദവീടെ ഇരിക്കുവാനും കർത്താവെ അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രമിക്കുവാനും തക്കവണ്ണം കർത്താവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന ആ വലിയ കൃപയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നപ്പോൾ സ്തോത്രം ചെയ്ത് ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. എൻ്റെ അപ്പൻ്റെ പാദവീടെ ഇരുന്ന് കണ്ട് കർത്താവെ അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങളെ പഠിക്കുവാന് ആ വചനങ്ങളെ രാപകൽ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കൊന്ന് കൃപ തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ കൂടി വരവിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇത്രയും മക്കൾക്ക് ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവെ അപ്പൻ്റെ പാദവീടെ ഇരുന്നും കൊണ്ട് പാടുവാനും പ്രാർത്ഥിക്കുവാനും അവിടുത്തെ വചനങ്ങളെ ധ്യാനിക്കുവാനും തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ നീ കൂട്ടിക്കൊണ്ട് വന്ന ആ വലിയ സ്നേഹത്തിനായിട്ട് നന്ദിയോടെ 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 സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവെ. ഞങ്ങളാരും നിന്നതല്ലപ്പ, അവിടുന്ന് ഞങ്ങളെ നിത്യകൃപയ്ക്കായി സ്തോത്രം, അവിടുന്ന് ഞങ്ങളെ ആകർഷിച്ച് അടുപ്പിച്ച ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകേണ്ടവരായിരുന്നു, എന്നാൽ കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഞങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് കർത്താവെ. അതെ, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോവാൻ എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. തൻ്റെ മക്കളാരും നഷ്ടപ്പെട്ടു പോവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷ പ്രാപിച്ച് ആ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് കടക്കുവാണ്ടൊക്കെ വേണം കർത്താവെ. നീ എല്ലാവരെയും ഒരുക്കി എടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇന്ന് കേട്ടതായ വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ കർത്താവ് സ്നേഹമാണല്ലോ. ഇന്ന് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക അതാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അതിൽ പരം ഒരു സ്നേഹമില്ല. പിതാവാൻ ദൈവം തൻ്റെ പുത്രനിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്നേഹം. ഹല്ലേലൂയ. അതെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അതോടുകൂടെ സകലതും തരാമെന്ന വാഗ്ദത്തമാണല്ലോ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതേ, പിതാവിനെ തൻ്റെ മടിയിലിരുന്ന ഓമന മകനെ എനിക്ക് വേണ്ടി നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണല്ലോ പിതാവാൻ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളാരും നഷ്ടപ്പെട്ടു പോകാതെ, ഞാൻ നഷ്ടപ്പെട്ടു പോകാതെ, ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പിതാവാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച്, അതെ, ആ പാപമില്ലാത്തവൻ നമ്മൾക്ക് വേണ്ടി പാപിയായ മനുഷ്യരോട് കൂടെ ജീവിച്ച്, അതെ, താൻ ഏൽക്കേണ്ട രക്ഷാകര ദൗത്യം ഏറ്റെടുത്തല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതൊന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ പറ്റണം. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയും, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമല്ലോ. അതൊരു ഹൃദയം കൊണ്ടത് വിശ്വസിച്ച് ഏറ്റെടുക്കുവാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കൊന്ന് തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ സ്നേഹത്തിൻ്റെ അതിൻ്റെ ആഴവും നീളവും വീതിയും ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. ഹല്ലേലൂയ. ആ ത്യാഗപൂർണമായ സ്നേഹത്തെ ഒന്ന് ഓർക്കുവാൻ, ആ ക്രൂശിനെ ഒന്ന് ഓർക്കുവാൻ, ആ ക്രൂശിനെ ഒന്ന് ധ്യാനിക്കുവാൻ കൊണ്ട് കർത്താവേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തെരുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ഒന്ന് വളരുവാൻ പറ്റണം കർത്താവെ. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കർത്താവെ എല്ലാവരെയും ഒന്ന് സ്നേഹിക്കുവാൻ തക്കവണ്ണമുള്ളൊരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവോ ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ സ്നേഹിച്ചതാവട്ടെ കർത്താവെ. അതുകൊണ്ടാണല്ലോ തൻ്റെ സ്വന്തം മകനെ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നപ്പോൾ ഇത് കേട്ടതായ വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ കർത്താവേ ഒന്നാഴത്തിലിറങ്ങണോ, ഒന്നാഴത്തിൽ ഇറങ്ങി അത് ഞങ്ങൾ ഓരോരുത്തരും ഒന്ന് വിശ്വാസമായിട്ട് പരിണമിക്കുവാണ്ടോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരും ഒന്ന് സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കാർക്കും കർത്താവേ നിന്റെ വചനം കേട്ടുവിട്ട് ഞങ്ങൾക്കാർക്കും അത് ശിക്ഷയ്ക്കായി തീരുവാൻ ഒരിക്കലും ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ ദൈവരാജ്യം ഞങ്ങളാരും അന്യപ്പെട്ടു പോവാൻ അവിടെ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവ് ഒരുക്കിയ ഭവനത്തിൽ അപ്പനോട് ഒരുമിച്ച്
കർത്താവെ, ഞങ്ങൾക്കും എൻ്റെ അപ്പനോട് ഒരുമിച്ച് ആയുകായുഗങ്ങൾ വാഴുവാൻ, അപ്പൻ്റെ സ്നേഹം അറിയുവാൻ, അപ്പനോട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള കൃപ തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ കൂടിവരവിനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കടന്നു വന്ന നിന്റെ മക്കളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഇങ്ങനെ ഒരു കൂട്ടായ്മയും ഇങ്ങനെ ഒരു വചന കൂടാരം ഒരുക്കിയതിനായി സ്തോത്രം. മോനിച്ചാനെയും കുടുംബത്തെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. പ്രത്യേകിച്ച് കൂട്ട് ആ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. അവരൊരുമിച്ച് 26 വർഷമായിട്ട് കൂടിയ കൂട്ടായ്മയാണല്ലോ. ദൈവം എല്ലാം അറിയുന്നുണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ. അവിടെ എവിടെയായിട്ട് കർത്താവ് തൻ്റെ മക്കളെ ഇങ്ങനെ ഒരുക്കുന്നുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ വചനം മറ്റുള്ളവരോട് പങ്കുവെച്ച് കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ തക്കവണ്ണം എൻ്റെ മകൻ്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന നിൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം അപ്പ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുകയാണ്. എൻ്റെ കർത്താവ് പിരിയാത്തവനായി കൂടെ ഇരിക്കണം. ഇനി ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുവോളം കർത്താവെ, ക്രൂശിൻ്റെ മറവി ഞങ്ങളെ മറക്കണം. അതന്നെ ഞങ്ങൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അപ്പൻ്റെ സന്നിധിയിൽ ഒരു നാൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണുവാൻ, അനിത്യതയിൽ ഒരുമിച്ച് കാണുവാനുള്ള ഭാഗ്യം തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണേ പിതാവേ. ആമേൻ. കർത്തൃ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു വാക്ക്. ഞാനവിടെ ചെന്ന നാൾ മുതൽ ഈ ചേട്ടൻ്റെ അനിയൻ്റെയും സ്നേഹം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം പ്രസംഗിച്ച സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച സാബുച്ചായൻ്റെ അനിയൻ്റെ വീട്ടിലാണ് കൂട്ടായ്മ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം അനിയനും ഭാര്യയും സുനിലെ ആൻ്റിയും കൂടെ മകൻ്റെ അടുത്ത് പോയി ഓസ്ട്രേലിയ 3 മാസത്തേക്ക്. ആ 3 മാസത്തിൽ പോയപ്പോഴും ഇവരുടെയിലായിരുന്നു താക്കോല്. സാബുച്ചായനും ഇപ്പം പ്രാർത്ഥിച്ച ഓമന ആൻ്റിയുമാണ് വെള്ളിയാഴ്ച കൂട്ടായ്മകൾ വീടൊന്ന് തുറന്ന് വൃത്തിയാക്കി മോളും എല്ലാം ദൈവമക്കൾക്ക് കടുങ്കാപ്പിയൊക്കെ ഉണ്ട് ഇത് കഴിയുമ്പോൾ. ഇതെല്ലാം ചെയ്തത് ഇവർ തന്നെയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ചേട്ടനും അനിയനും ആ സ്നേഹം. ബാക്കി എല്ലാവരും ക്രിസ്തുവിൽ വരുന്നതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം പ്രസംഗിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ ദർശിച്ച 2 ചേട്ടാനിയന്മാരാണ് ഇവിടെ ഇരിക്കുന്നവരെ. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് വചനം പറഞ്ഞ സാബുച്ചാനെയും കുടുംബത്തെയും, പെന്നിച്ചാനെയും കുടുംബത്തെയും, ജോമാനെയും കുടുംബത്തെയും ദൈവ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടെ ഞാൻ അനുഗ്രഹിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വിശദീകരിക്കപ്പെടണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ദോഷം ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്, പിന്നെയോ ദുഷ്ടം വിടുവിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം നമുക്ക് ചെയ്യാൻ നിൽക്കുന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ